فما يكذبك بعد بالدين. നബിയെ, എന്നിരിക്കെ പിന്നീട് പ്രതിഫല നടപടിയെക്കുറിച്ച് നിന്നെ വ്യാജമാക്കുന്നത് എന്താണ്? അഥവാ എന്തൊരു ന്യായമാണതിനുള്ളത്? അലൈസ അല്ലാഹു ബിഅഹ്കമിൽ ഹാകിമീൻ. അല്ലാഹു വിധികർത്താക്കളിൽ വെച്ച് ഏറ്റവും വലിയ വിധികർത്താവല്ലയോ? ബലാ വ ഇന്നാ അലാ ദാലിക മിനശ് ഷാഹിദീൻ. അല്ലാതെ അഥവാ തീർച്ചയായും അതെ, ഞാനും അതിന് സാക്ഷി വഹിക്കുന്നവരിൽ പെട്ടവനാണ് എന്ന് ഈ വചനം ഓതുമ്പോൾ പറയേണ്ടതുണ്ടെന്ന് സൂറത്തുൽ മുർസലാത്തിന്റെ അവസാനത്തിൽ നാം ഉദ്ധരിച്ച ഹദീസിൽ പ്രസ്താവിച്ചത് ഓർക്കുക. മനുഷ്യന്റെ നിലയും നിലവാരവും മുകളിൽ ചൂണ്ടിക്കാട്ടിയ പ്രകാരമാണ്. എന്നിരിക്കെ അവൻ ഒരു വിചാരണയെയും പ്രതിഫലത്തെയും നേരിടേണ്ടി വരുമെന്ന് ഈ ജനങ്ങളോട് പറയുമ്പോൾ അതിനെ വ്യാജമാക്കി നിഷേധിക്കുവാൻ പിന്നെ എന്തുണ്ട് ന്യായം? എന്തുണ്ട് കാരണം? ഒന്നുമില്ല, കേവലം മർക്കടമുഷ്ടിയും ധിക്കാരവും തന്നെ. എന്നാൽ അള്ളാഹു സാധാരണ വിധികർത്താക്കളെ പോലെയുള്ള ഒരു വിധികർത്താവല്ല. അവൻ എല്ലാ വിധികർത്താക്കളെക്കാളും ഏറ്റവും വലിയ യുക്തിമാനും ശക്തിമാനും അധികാരസ്ഥനുമായ വിധികർത്താവാണ്. ഇതവർ ഓർത്തിരിക്കട്ടെ എന്നു സാരം.